ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ കാരുണ്യം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലെ 100% മാത്രമാണ് ഈ ഭൂലോകത്തേക്ക് മുഴുവനും അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പറയുകയാ, ബാക്കി 99% കാരുണ്യവും അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നാളെ ആഖിറത്തിലേക്ക് അവന്റെ അടിയാന്മാരോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 100% കാരുണ്യം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ഭൂലോകത്തേക്ക് മുഴുവനും നാം അനുഭവിച്ച അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ 100% കാരുണ്യം മാത്രമാണ്. അള്ളാഹുവിന് തന്റെ അടിമകളോട് എത്രമാത്രമാണ് കരുണ, സ്നേഹമെന്നറിയുമോ? പറഞ്ഞു തരട്ടെ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ, കുറെ തടവുകാരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഹാജരാക്കുകയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, അങ്ങനെയാ തടവുകാരിൽ എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ തിക്കിന്റെയും തിരക്കിന്റെയും ഇടയിൽ എന്തോ കിടന്നിങ്ങനെ അന്വേഷിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശ്രദ്ധയിൽ അത് പെടുകയാം. ഒരല്പസമയത്തിന് ശേഷം ആ സ്ത്രീയുടെ മാറോട് ചേർത്ത് തന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാഴ്ച ഒരല്പസമയത്തിന് ശേഷം അള്ളാന്റെ റസൂല് കാണുകയാം. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ, ആ മാതാവിനോട് തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ സ്ത്രീ, ആ മാതാവ് കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകരോട് സഹാബത്ത് പറയുകയാണ്, ഇല്ല നബിയേ, ഇല്ല. എന്റെ പ്രിയമുള്ളവർ, ഇവിടെ അള്ളാഹുവിന്റെ കാരുണ്യമാ പറയുന്നത്, മനസ്സിലാക്കണേ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാം, അള്ളാന്റെ റസൂല് പറയുകയാ, സഹാബത്തെ, ഈ മാതാവിന് തന്റെ കുഞ്ഞിനോട് എത്രമാത്രമാണോ സ്നേഹമുള്ളത്, അതിനേക്കാൾ 10 മടങ്ങാണോ അള്ളാഹ്ക്ക് അവന്റെ അടിമകളോട് സ്നേഹം, കരുണ, മുഹബ്ബത്ത്, അനുകമ്പയെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണേ, അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രമാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണേ. കേവലം അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞതെങ്ങനാ പ്രിയമുള്ളവരെ? 100% കാരുണ്യം മാത്രമാണ് ഈ ഭൂലോകത്തേക്ക് അള്ളാഹു നമുക്ക് നൽകിയെങ്കിലേ ഈ ഭൂമിയെ നമ്മൾ എത്രമാത്രം വേദനിപ്പിക്കുന്നു, അതിന്റെ നിലനിൽപ്പായ കാര്യങ്ങളിൽ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. എന്നിട്ടും അള്ളാഹു നൽകി അള്ളാഹുവിന്റെ കരുണയുള്ളത് കൊണ്ട് മാത്രമാണോ ഞാനും നിങ്ങളും ഇന്ന് സമാധാനത്തോടെ ഈ ഭൂമിയിൽ നമുക്ക് കഴിയാൻ സാധിക്കുന്നതെങ്കിൽ ഈ ഭൂമിക്ക് അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ കാരുണ്യമാണോ? എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരുണ എത്രമാത്രമാണെന്നറിയുമോ പ്രിയമുള്ളവരെ? ഒരു ഉമ്മയുടെ വാത്സല്യം, ഒരു ഉമ്മയുടെ കരുണ എത്രമാത്രമാണ് തന്റെ മക്കളോടെങ്കിലേ 70 ഉമ്മയുടെ കരുണയാ അള്ളാഹുവിന്റെ പ്രവാചകനെന്ന് മറന്നു പോകല്ലേ പ്രിയമുള്ളവരെ.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു 70 ഉമ്മയുടെ കരുണയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകല്ലേ. അതിന് ഏറ്റവും വലിയൊരു തെളിവല്ലേ തായിഫിന്റെ മണ്ണിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് തായിഫിന്റെ മണ്ണിലേക്ക് പോകുമ്പോ അവിടുന്ന് അള്ളാന്റെ റസൂലിനെ ചന്തപിള്ളാരെ കൊണ്ട് കല്ലെറിഞ്ഞപ്പോ ആ മുബാറക്കായ ശരീരത്തിൽ നിന്ന് അതാ മുബാറക്കായ രക്തം എന്റെ പ്രിയമുള്ളവരെ ധാരധാരയായി ഒഴുകുമ്പോ ആ രക്തമെങ്ങാനും തായിഫിന്റെ മണ്ണിലേക്ക് വീണാൽ തായിഫിന്റെ മക്കളെ നശിപ്പിച്ചു കളയുന്നതിന് രണ്ടാലൊരു അർത്ഥം വെക്കേണ്ട കാര്യമില്ല പ്രിയമുള്ളവരെ. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാന്റെ റസൂല് ചെയ്തത് എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ കാരുണ്യമാ പറയുന്നത് മനസ്സിലാക്കണേ. നിസ്സാരതയോടെ തള്ളിക്കളയല്ലേ പ്രിയമുള്ളവരെ. അള്ളാന്റെ റസൂല് ആ രക്തമാ ഭൂമിയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി തുടച്ചു കളയുകയാ പ്രിയമുള്ളവരെ. എന്നിട്ട് ആ കാരുണ്യത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പാവം ഹബീബായ തങ്ങളെന്റെ പ്രിയമുള്ളവരെ ഒരു മൂലയിൽ പോയിരിക്കുമ്പോൾ സാലിഹീങ്ങളെ തൊട്ടാൽ അല്ലാഹു വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, തായിഫിന്റെ മക്കളെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അതാ മലക്കു നസ്സലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അല്ലാഹു അയക്കുകയാണ്. എന്തിനാണെന്നറിയുമോ പ്രിയമുള്ളവരെ? അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ച, അള്ളാന്റെ റസൂലിനെ നോവിച്ച തായിഫിന്റെ മക്കളെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി ജിബ്രീലിനെ അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് അല്ലാഹു അയക്കുമ്പോ കാരുണ്യത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നബിയേ അല്ലാഹു പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്, ഈ തായിഫിന്റെ മക്കളെ ഞാൻ നശിപ്പിച്ചു കളയട്ടെ എന്ന് ചോദിച്ചപ്പോ 70 ഉമ്മയുടെ കരുണയുള്ള ലോകത്തിന്റെ ഹബീബായ തങ്ങൾക്ക് തന്റെ ഉമ്മത്തീങ്ങളോട് എത്രമാത്രമാ സ്നേഹം, എത്രമാത്രമാ അനുകമ്പ, എത്രമാത്രമാ മുഹബ്ബത്ത് എന്ന് മനസ്സിലാക്കണോ. അള്ളാന്റെ റസൂൽ അവിടുന്ന് ജിബ്രീലിനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? വേണ്ട ജിബ്രീലേ, ഇവരെയൊന്നും ചെയ്യരുതേ ജിബ്രീലേ. തന്നെ നോവിച്ച, തന്നെ വേദനിപ്പിച്ച, തന്റെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ ആ ഹബീബായ തങ്ങളാ പറയുന്നത് ഇവരെയൊന്നും ചെയ്യരുതേ. ഇവര് പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചില്ലെങ്കിലും നാളെ ഇവരുടെ തലമുറയിലെ ഏതെങ്കിലും ഒരാളെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നാൽ, ഹിദായത്തിലേക്ക് കടന്നു വന്നാൽ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജിബ്രീലേ എന്ന് അള്ളാന്റെ റസൂലിനോട് എന്റെ പ്രിയം അള്ളാന്റെ റസൂല് അവിടുന്ന് ജിബ്രീലിനോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ പ്രവാചകന്റെ കരുണ എത്രയാണെന്ന് നാം മനസ്സിലാക്കണേ. ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നൊരു മാതാവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പിതാവിന്റെ സ്നേഹം നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം അല്ലാഹു നൽകിയത് കൊണ്ടാണോ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പോലും നാം കരുണ സ്നേഹം ഇന്ന് അനുഭവിച്ചത്. അത് അള്ളാഹുവിന്റെ കരുണയാ, അള്ളാഹുവിന്റെ സ്നേഹമാണോ, മറന്നു പോകല്ലേ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ച ആ തായിഫിന്റെ മക്കളെ അള്ളാഹു വെറുതെ വിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ആ ഹബീബായ തങ്ങളോട് അള്ളാഹു വലിയ സ്നേഹമാണ്. അള്ളാന്റെ റസൂല് ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരൻ അള്ളാന്റെ റസൂലാണടോ. ആ ഹബീബായ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ ചെയ്യുകയാ ചെയ്തത് ആ ഹബീബായ തങ്ങളുടെ ആ ഒരു സ്നേഹം എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. 70 ഉമ്മയുടെ കരുണയാണ് അള്ളാന്റെ റസൂലിനെങ്കിൽ അതിലെ വേറൊരു തെളിവ് പറഞ്ഞു തരട്ടെ പ്രിയമുള്ളവരെ. നാളെ മഹ്ശറ വൻസഭയിലുണ്ടല്ലോ, ഒരു ചാൻസ് സൂര്യൻ തലയുച്ചയുടെ മുകളിൽ നിൽക്കുന്ന ആ
മഹ്ശറ വൻസഭയുണ്ടല്ലോ പ്രിയമുള്ളവരെ, ആർക്കും പരസ്പരം സഹായിക്കാൻ കഴിയാത്ത മഹ്ശറയുണ്ടല്ലോ, ഭയാനകമായ മഹ്ശറയുണ്ടല്ലോ. അവിടേക്ക് എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഉമ്മത്തിങ്ങൾക്ക് ശഫാഅത്തിന് വേണ്ടി കടന്നു വരുന്നത് ലോകത്തിന്റെ പ്രവാചകരെ, കാരുണ്യത്തിന്റെ തിരുദൂതരെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. എന്റെ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലിന് ഇത്രമാത്രമാണോടോ തന്റെ ഉമ്മത്തിങ്ങളോട് സ്നേഹം. നാം മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലാണ് നാളെ മഹ്ശറ വൻസഭയിലെ ഒരു അത്താണിയായിട്ട് ആ ഹബീബായ തങ്ങളാ പ്രിയമുള്ളവരെ നമുക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ നഫ്സിനേക്കാൾ എല്ലാത്തിനേക്കാൾ നാം ആദ്യം സ്നേഹിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെയാണ്. അത് കഴിഞ്ഞാല് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.